ഒലവക്കോട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണം സംഘടിപ്പിച്ചു. ആധ്യാത്മിക പ്രഭാഷകനും പാലക്കാട് NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായ N കൃഷ്ണകുമാർ പ്രഭാഷണം നടത്തി. ദശരഥ മഹാരാജാവ് നമുക്കറിയാം, 10 ദിക്കിലേക്കും ഒരുമിച്ച് രഥമോടിക്കാൻ കഴിവുള്ള ദേവാസുര യുദ്ധകാലത്ത് ദേവന്മാരെ സംരക്ഷിച്ച കോസലാധിപനായ അയോധ്യാധിപനായ ദശരഥ മഹാരാജാവ് അല്ലേ? മഹാരാജാവിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? മഹാരാജാവിന്റെ അന്ത്യം വളരെ കഷ്ടമായിരുന്നു. അദ്ദേഹം ഈ രാജാക്കന്മാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. എന്താ? നായാട്ടം നടത്താൻ കപ്പ, മൃഗയ വിനോദത്തിനൊരു കപ്പുണ്ട്. ഇന്നത്തെ ഭരണാധികാരികൾക്കുണ്ട് നായാട്ടം നടത്താൻ. അത് ഈ മണ്ണിലും ഈ മുഖിപ്പിടത്തൊക്കെ വെച്ച് നമ്മളെ നായാടിക്കൊണ്ടിരിക്കുക. പക്ഷെ അന്നത്തെ രാജാക്കന്മാർക്ക് പുറത്ത് അല്ലെങ്കിൽ വനത്തിൽ പോയി മൃഗയ നായാട്ടം നടത്താൻ താല്പര്യമുണ്ട്. അങ്ങനെ ദശരഥൻ തന്റെ കൂട്ടുകാരും ഒരുമിച്ച് അല്ലെങ്കിൽ തന്റെ സൈനികരും ഒരുമിച്ച് കാട്ടിലേക്ക് പോയി അവിടെ ഒറ്റപ്പെട്ടു പോകുകയാണ്. ആ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അങ്ങകലെ ഒരു ആന വെള്ളം കുടിക്കുന്ന ഒരു ശബ്ദം കേട്ട കഥ തന്നെയാ. ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ആനയാണെന്ന് കരുതി അമ്പെയ്തു. അമ്പെയ്ത് കഴിഞ്ഞാൽ ആനയുടെ ചിഹ്നപ്പിടിയല്ല കേട്ടത് ഒരു മനുഷ്യന്റെ വിലാപമാണ്. ദയനീയം അത് പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് ദശരഥൻ ഓടി അവിടെ എത്തിയപ്പോൾ ശ്രവണകുമാരൻ എന്ന മുനിപാലൻ അമ്പേറ്റ് പെടയുകയാണ്. അന്ധരായ തന്റെ അച്ഛനും അമ്മയ്ക്കും കുടിവെള്ളം കൊണ്ടുവരാൻ വന്നതാണ്. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് MG പ്രദീപ് കുമാർ, സെക്രട്ടറി S സുജിത്, വനിതാ സമാജം പ്രസിഡന്റ് കോമളം ശ്രീകുമാർ, സെക്രട്ടറി ബേബി ശ്രീകല, U ശിവദാസൻ എന്നിവർ സംസാരിച്ചു. രാമായണ മാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാമായണ പാരായണം നടക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.